ദേ കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്, ഞാൻ ഈ കൂടുതൽ ആങ്കേഴ്സിന് ഈ ഫുഡ് കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരാതി അങ്ങ് മാറ്റാം. എങ്ങനെയുണ്ട് നോക്കൂ വെജ് ലൈം ചിക്കൻ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂടുതൽ എലമെന്റ് കഴിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചിക്കനുമായിട്ട് വരുമ്പോഴത്തേക്കും തണുത്ത സമയത്ത് ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ്, കുറച്ചുകൂടെ ഹോട്ടാവും, ബോഡി ഹോട്ടാവും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇവിടുത്തെ ചിക്കൻ അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. കൊള്ളാം. ഇത് ചൈനീസും അല്ല തമിഴും അല്ല, എന്നാൽ ലൈമും ഉണ്ട്. ഒരു ടോട്ടൽ ഒരു മിക്സ് ചെയ്ത സംഭവം, നമ്മൾ പരിപാടി പോലെ എന്താണെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് തമിഴ് മിക്സ്. നല്ല ഭയങ്കര എരിവൊന്നുമില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ലെമൺ ഉള്ളതുകൊണ്ടാണ് അത്ര എരിവ് ഫീൽ ചെയ്യാത്തത് അല്ലേ. നല്ല നല്ല രസമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഈ ആഹാരം കഴിക്കുന്നതല്ല, ഈ ഒരു ആംബിയൻസ് നമ്മൾ ബാക്കിൽ കാണുന്നില്ല, ഈ ഒരു മല. ഇത് നീലഗിരി മലയുടെ പാർട്ടായിട്ടുള്ള നല്ലമലയാണ്. നല്ലമല അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്. ആ ഡാമിന്റെ ഭാഗമൊക്കെ അതൊക്കെ ആ മലയുടെ അപ്പുറത്തായിട്ട് ഒരു ഡാമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഡാമിനെ പറ്റി ഒരു പാട്ടില്ലേ? ഡാമിനെ പറ്റി പാട്ടുണ്ട്. ഡാം ഡോം ഡിസ്കനക്കന കൊയ്ക്കനക്കന ഹൈ അനക്കന ഹൈ. ശരിയാ, അവിടെ ട്രിവാൻഡ്രത്തുകാരുടെ പൊതുവെ ഡാമിലെ പറ്റിക്കണം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത്. പുള്ളി ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കണമെന്ന്. നിങ്ങൾ ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് കേട്ടോ. സ്പോയു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു. അടിപൊളി. ഇത് ലോകത്തിന്റെ എല്ലാ എമ്പാടുമുള്ള മലയാളീസിന് വേണ്ടിയിട്ട് മസനഗുഡി സ്പെഷ്യൽ ലെമൺ ചിക്കൻ. മസനഗുഡി ലൈം ചിക്കൻ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. നമ്മൾ കഴിച്ചിട്ടുള്ള ചിക്കനിൽ കുറച്ച് വെറൈറ്റി ഉള്ള സാധനമാണ് ഈ ലൈം ചിക്കൻ. അത് ഈ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ, നല്ല തണുപ്പുള്ള ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ അതിന് ചപ്പാത്തിയായിട്ടുള്ള കോമ്പിനേഷൻ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ചേട്ടൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞു. പ്രധാനമായിട്ടും വരുന്നില്ല, ഈ ലൈം ഇതിൽ ആഡ് ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ലൈം ചിക്കൻ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും ഈ എപ്പിസോഡ് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു അല്ലേ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ? വീട്ടിലൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്, എഴുതി കൊടുത്തോ? വീട്ടിൽ നിന്നൊക്കെ വിട്ടതാ. എന്തായാലും പോവാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങളെയും ആ സ്ഥലത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യാത്ര തീരുന്നേയില്ല.